ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന 41 സങ്കീർത്തനം 1 വാക്യം. സാംസ് 41 വേഴ്സ് 1. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ആമേൻ. അപ്പം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ എങ്ങനെയാണെന്ന് നമ്മളെ ഒന്ന് ഹിതപരിശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണോ? എളിയവരെ കണ്ടാൽ അവരുമായിട്ട് സൗഹൃദം പങ്കിടുന്നവരാണോ? അവരുടെ സ്ഥിതികളെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ടോ? അവരുടെ കഷ്ടതയിൽ കൂടെ ഇരിക്കാറുണ്ടോ? അവരെ സഹായിക്കാറുണ്ടോ? അവരെ താങ്ങായി ഇരിക്കാറുണ്ടോ? അവർക്കൊരു കൈത്താങ്ങായി നിൽക്കാറുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് ഹിതപരിശോധന. ഇല്ല, മുഖം മറച്ചു പോകുന്നവരായി, അവരെ നമ്മളെപ്പോഴും അവർക്ക് വിരോധമായി നിൽക്കുന്നവരായിട്ടാണോ നാം നിൽക്കുന്നത്? ഒരുപക്ഷെങ്കിൽ അതായിരിക്കാം നമ്മുടെ മുൻപോട്ടുള്ള യാത്രയുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതാ ഇവിടെ പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, യാതനകൾ, രോഗങ്ങൾ, എല്ലാവിധമായ മേഖലകളിൽ നിന്ന് വിടുവിച്ച് വഴി നടത്തുവാൻ, അനർത്ഥങ്ങൾ വരുമ്പോൾ വിടുവിപ്പാൻ യേശു കൂടെയുണ്ട്. ആ യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.